വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മാസം അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന ടെസ്റ്റിലേക്കും 3 ഏകദിനങ്ങളിലേക്കുമുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏകദിനത്തിൽ നിന്ന് ഋഷഭ് പന്തിന് സ്ഥാനം നഷ്ടമാകുന്നു. വൈസ് ക്യാപ്റ്റനായി പന്തിന് പകരം തിരിച്ചെത്തുന്നു ശ്രേയസ് അയ്യർ. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് KL രാഹുലിനെയും ഇഷാൻ കിഷനെയുമാണ്. ഇഷാൻ കിഷൻ 2025 T20 വിക്കറ്റ് കീപ്പറായി തിരിച്ചെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഏകദിനത്തിലും തിരിച്ചുവരവ് നടത്തുന്നു ഇഷാൻ കിഷൻ. T20 വേൾഡ് കപ്പിലെയും IPLലെയും മികവുറ്റ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദിനത്തിൽ ടീമിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്ന സഞ്ജു സാംസന് സ്ഥാനം ലഭിക്കാതെ പോകുന്നു. മുഹമ്മദ് ഷമിക്കും തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. ബുംറയും 15-അംഗ സ്ക്വാഡിൽ ടെസ്റ്റിലും വൺഡേയിലും ഇല്ല. ഏകദിനത്തിലും ടെസ്റ്റിലും ക്യാപ്റ്റനായി ഗില്ല് തന്നെയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഏകദിനത്തിലെ 15-അംഗ സ്ക്വാഡ് ഇപ്രകാരമാണ്: ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി KL രാഹുൽ, ഇഷാൻ കിഷൻ. ഓൾറൗണ്ടർമാരായി ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ. ബൗളേഴ്സ് ആയിട്ടുള്ളത് കുൽദീപ് യാദവ്, അർഷദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ. പുതുമുഖങ്ങളാണ് ബൗളിംഗിൽ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിനത്തിൽ പുതുതലമുറയെ പരീക്ഷിക്കാൻ തന്നെയാണ് ഇന്ത്യൻ സെലക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. 15-അംഗ ടെസ്റ്റ് സ്ക്വാഡ് ഇപ്രകാരമാണ്: ക്യാപ്റ്റൻ ഗിൽ, ജയ്സ്വാൾ, വൈസ് ക്യാപ്റ്റൻ KL രാഹുൽ, സായ് സുദർശൻ, ഋഷഭ് പന്ത്, ദേവ്ദത്ത് പടിക്കൽ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, മാനവ് സുധാർ, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ, ധ്രുവ് ജുറേൽ. ഇങ്ങനെയാണ് ടെസ്റ്റിനുള്ള 15-അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷമിയും സഞ്ജു സാംസണുമെല്ലാം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഭുവനേഷ് കുമാറും ടീമിൽ ഇടം പിടിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ ഇത്തരം താരങ്ങൾക്കൊന്നും യാതൊരു അവസരവും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്ക്വാഡിൽ നിന്ന് ബുംറയെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പരയായതുകൊണ്ടായിരിക്കാം എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് താരങ്ങളെയും കൂടെ കുറച്ച് പുതുമുഖങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ സെലക്ടർമാർ ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടുള്ളത്. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.